എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കോഫി വിത്ത് കാൻഡിഡേറ്റ്സിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് 21ാം വാർഡ് UDF സ്ഥാനാർത്ഥി ശ്രീ ഗോപാലേഷേട്ടന്റെ കൂടെയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഇലക്ഷന്റെ ആദ്യ ഒരു ഘട്ടം ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ രണ്ടാം ഘട്ടത്തിലേക്ക് വന്നു. ഇനി അടുത്ത ലാപ്പിലേക്ക് പോവാണ്. ഇനി തെരഞ്ഞെടുപ്പ് 11ാം തീയതി. അപ്പൊ ഈ സമയത്ത് എന്തൊക്കെയായി പ്രവർത്തനങ്ങൾ? എന്തൊക്കെ? പൊതുവെ എല്ലാ വാർഡുകളിലും 2 തവണ എല്ലാ കാൻഡിഡേറ്റും കയറി ഇറങ്ങി വോട്ട് ചോദിച്ച് വളരെ എന്താ പറയുക ഒരു ഹാപ്പി മൂഡിലാണ് എൻ്റെ സ്ഥാനാർത്ഥികൾ മുഴുവൻ. പിന്നെ ഞാൻ ഒരു റൗണ്ട് എല്ലാ വീടുകളിലും ഒന്ന് കയറി ഇറങ്ങി. വിജയപ്രതീക്ഷ 100% ജനങ്ങളെ എന്തായാലും ആദ്യമായിട്ട് ഞങ്ങളുടെ ആശംസ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് താങ്കൾ UDFന്റെ മാത്രമല്ല, കഴിഞ്ഞ വർഷം, കാരണം ഏതൊരു ജനാധിപത്യത്തിന്റെ ഒരു വലിയ ഒരു എന്താ പറയേണ്ട കാതലായിട്ടുള്ള പ്രശ്നമല്ല, അതൊരു സംവിധാനമാണ്. നല്ലൊരു പ്രതിപക്ഷ നേതാവാണ് എന്നുള്ളത് ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ് ശ്രീ ഗോപാലേഷേട്ടൻ. കാരണം ഭരണപക്ഷത്തിന് എപ്പോഴും ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷം വേണമെന്നുള്ളത് ജനാധിപത്യത്തിൽ നമ്മൾ പറയുന്നതാണ് സ്വാഭാവികമായിട്ടും. അപ്പൊ ആ രീതിയിൽ എങ്ങനെ നല്ലൊരു ജനനായകനാവും എന്നൊരു പ്രതിപക്ഷത്തെ വളരെ ശക്തമായി നയിച്ച അങ്ങേക്ക് 1000 ആശംസകൾ ആദ്യമായിട്ട് നൽകിക്കൊണ്ട് നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് പങ്കെടുക്കാം. പിന്നെ ഇനി ഇന്നും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ഇപ്പൊ ഓരോ വീടുകൾ ആയിട്ട് നമ്മൾ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു പ്രവർത്തകരും എല്ലാവരും കൂടെ ഉണ്ടാവും. ശുഭപ്രതീക്ഷയിലോട് കൂടിയിട്ടാണ് എന്തായാലും നടക്കുന്നത്. നമുക്ക് എന്തായാലും മഴയാണ്, നമുക്ക് സംസാരിക്കാം. ചേലക്കരയില് ഇപ്പൊ ഒരു മാറിയ രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങളൊക്കെ വീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇന്ന് സമുന്നതരായിട്ടുള്ള, ഇപ്പൊ പണ്ടത്തെ കൃഷ്ണേട്ടൻ അടക്കമുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ബ്ലോക്ക് മെമ്പറായിരുന്നു, അങ്ങനത്തെ പല ആൾക്കാരുടെയും ഒരു സാന്നിധ്യവും, അതുപോലെ തന്നെ മണികണ്ഠൻ, പിന്നെ താങ്കളെ പോലുള്ള ആൾക്കാർ നയിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു UDFനെ സംബന്ധിച്ചോളം വലിയൊരു ആത്മവിശ്വാസമാണ്. ഈ ഒരു ടീം വർക്ക് എത്രത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നമുക്ക് സ്വാധീനിക്കും? ഇതില് നമ്മളെ സംബന്ധിച്ചിടത്തോളം UDF പാർട്ടി വളരെ അടുക്കും ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന ആ ദൗത്യം വെച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം, മഹിളാ കോൺഗ്രസിന് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം, അതുപോലെ തന്നെ PC മണികണ്ഠൻ, TA കേശവൻകുട്ടി, അങ്ങനെ ഉൾപ്പെടെ വിനോദ് വന്ത്രാടി മണ്ഡലം അതുപോലെ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ജലീൽ, പിന്നെ ഏറ്റവും മുതിർന്ന നേതാവ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി TN കൃഷ്ണ ഉൾപ്പെടെ ഞങ്ങൾ വളരെ ആലോചിച്ച് പാർട്ടി വളരെ ദീർഘവീക്ഷണത്തോട് ആലോചിച്ചെടുത്ത തീരുമാനം. വളരെ നല്ല രീതിയിലാണ് ജനം ഈ സ്ഥാനാർത്ഥികളെ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു 2 റൗണ്ട് കഴിഞ്ഞപ്പോൾ തീർച്ചയായും പാഴായ ഒരു 10 വർഷമുണ്ട് ചേലക്കര. അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിലും തീർച്ചയായിട്ടും നല്ലൊരു രീതിയിലുള്ള വിജയം കൈവരിക്കാൻ കഴിയും എന്ന് ജനങ്ങളുടെ ഇടയിൽ നിന്നും നമുക്ക് കിട്ടുന്നു. തീർച്ചയായും ചേലക്കര അങ്ങാടിയിൽ നിന്നാൽ തന്നെ എല്ലാവരും വന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിന് വളരെ സന്തോഷം തോന്നും. ജനാധിപത്യ പ്രക്രിയയിൽ ഭരണം, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളത് ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയും. രാഷ്ട്രീയത്തിന് അതീതമായി അതിപ്പോ ഞാൻ താങ്കൾക്കറിയാം, താങ്കൾ ഉൾപ്പെടെയുള്ള ആ വാർഡിൽ ഞാൻ വിജയിച്ചു വന്നതിന് ശേഷം അവിടെ ചെയ്ത പ്രവർത്തനങ്ങൾ, അവിടെ ജനങ്ങള് എങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞ ഒരു ജനപ്രതിനിധി ആവുന്ന ആദ്യം. പക്ഷെ ജനങ്ങളുടെ സ്നേഹം നമ്മൾ കൊടുത്താൽ 100 ഇരട്ടിയായിട്ട് തിരിച്ചു വരും. സത്യം പറഞ്ഞാൽ അവിടുന്ന് ആ വാർഡിന്ന് പോവുക എന്ന്, അല്ലെങ്കിൽ യാത്ര പറയുക എന്നൊക്കെ പറഞ്ഞ വിഷമം എന്താ വെച്ചാൽ എനിക്ക് ആദ്യം വിഷമം ഉണ്ടായിരുന്നു. കാരണം പൊതുരംഗത്ത് നിൽക്കുമ്പോൾ, രാഷ്ട്രീയ രംഗത്ത് നിൽക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെയല്ല അവിടുത്തെ ജനങ്ങൾ, അവർക്ക് വളരെയധികം വിഷമം. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഉണ്ട്, 24 hours പൊതുരംഗത്തുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവില്ല, എപ്പോൾ വേണമെന്ന് വിളിക്കാം, ഇതുവരെ എങ്ങനെ പെരുമാറിയോ അതുപോലെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അത് കാരണം എന്തായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയും. കഴിഞ്ഞ ഒരു 10-15 വർഷത്തോളമായിട്ട് UDF വിട്ട് LDFന്റെ ഒരു ഭരണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഐക്യജനാധിപത്യ മുന്നണിക്ക് കാര്യമായിട്ടുള്ളൊരു സ്വാധീനം ഇവിടെ ഉറപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും, പ്രത്യേകിച്ച് ബ്ലോക്ക്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത്, അതുപോലെ തന്നെ MLA MP തുടങ്ങിയിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് UDFന്റെ സംബന്ധിച്ചുള്ള ഒരു വിജയ സാധ്യതയും അതിൻ്റെതായ പ്രവർത്തനങ്ങളെ എത്രത്തോളം നമുക്ക് ഏകോപിച്ചു കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്? ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 10 വർഷം പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം ഇവിടെ LDF ഭരിച്ചു. നമുക്ക് എടുത്തു കാണിക്കാം, UDFന്റെ ഭരണകാലത്ത് നമ്മൾ കൊണ്ടുവന്ന എടുത്തു കാണിക്കാവുന്ന വികസന പ്രവർത്തനങ്ങളല്ലാതെ ഈ 10 വർഷം കൊണ്ട് എന്താണ് ഒന്ന് എടുത്ത് കാണിക്കാൻ കഴിയുക? അതൊന്ന് ഒരു ആത്മപരിശോധന എല്ലാവരും നടത്തിയെന്നുണ്ട്. ഇപ്പൊ ഇവിടുത്തെ പോളിടെക്നിക്ക് ആ സ്ഥലം എടുത്തതും അക്കൗണ്ട് ചേർന്ന് ആദ്യമായി 6 ലക്ഷം രൂപ ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ TN കൃഷ്ണ ആയിരിക്കുന്ന സമയത്താണ് അത് ചെയ്തിട്ട്. ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ ഇപ്പൊ എത്ര മുമ്പ് UDF കൊണ്ടുവന്നു, ഇപ്പൊ എന്താ അതിന്റെ സ്ഥിതി? അതൊന്ന് പെയിന്റ് അടിച്ച് വൃത്തിയാക്കാൻ പോലും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല, റിനോവേഷൻ പോലും നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പഞ്ചായത്തിന് ചെയ്യേണ്ട കാര്യം വലിയ വരുമാന സ്രോതസ്സാണ് മാർക്കറ്റ്. പഴയ കാലത്ത് മാർക്കറ്റ് നമുക്കറിയാലോ, മൂക്ക് പൊത്തിപ്പിടിച്ച് കയറി പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. അതിന്റെ നവീകരണം ഇതും ഇപ്പോഴും നവീകരണം ഒന്നും ചെയ്തിട്ടില്ല. അതിനുള്ള വരുമാനം ഈ പഞ്ചായത്ത് സ്വീകരിക്കുമ്പോഴും അതിനോടും ഒരു ചിറ്റമ്മ നയാണ്. അങ്ങനെ എടുത്തു കാണിക്കാൻ ഒരുപാട്, അതുപോലെ ഏറ്റവും 126ഓളം കുടിവെള്ള പദ്ധതികൾ അത് നമ്മുടെ UDFന്റെ ഭരണകാലത്ത് കൊണ്ടുവന്നതാണ്. വേണുഗോപാല മേനോൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുമ്പോൾ, അങ്ങനെ കോൺഗ്രസിന്റെ നേതാക്കള് UDF ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് എടുത്തു പറയാവുന്ന വികസന പ്രവർത്തനങ്ങൾ കൂടെ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള നഗ്നമായ സത്യം ജനങ്ങൾക്കറിയാം. പക്ഷെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് ഈ മലയാളിക്ക് മറവി എന്നൊരു പ്രശ്നം, പിന്നെ ഓരോ ട്രെൻഡാണ്. ഇപ്പൊ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന UDFന് അനുകൂലമായ ഒരു തരംഗമുണ്ട്. അതിനെങ്ങനെയാണ് മറികടക്കുക? അപ്പൊ അത് തന്ത്രങ്ങൾ ഉപയോഗിക്കും. കോവിഡ് ആയിരുന്നു, ആ കോവിഡ് കാലത്ത് സത്യത്തില് ഞാൻ താങ്കളുടെ വീട്ടിൽ വരുമ്പോൾ താങ്കളുടെ മുഖത്ത് ഇങ്ങനെ നോക്കി, അല്ലെങ്കിൽ ഇത്ര അടുത്ത് ഇരുന്ന് ഒന്ന് സംസാരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ഉള്ളൊരു ആ കോവിഡുമായി ബന്ധപ്പെട്ട അതിൽ പിന്നെ എല്ലാ ദിവസവും 6 മണിയായി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വരുന്നു. അപ്പൊ എല്ലാ ശ്രദ്ധ കേന്ദ്രവും രക്ഷകനായി അങ്ങനെ ഒരു അവതരിപ്പിക്കുക. അപ്പൊ അതില് ജനം പെട്ടുപോയി എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് എന്തു തന്നെയായാലും കഴിഞ്ഞ 10 വർഷക്കാലത്ത് ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനം മികച്ചതല്ല എന്നതിന് ഉത്തരം ഏറ്റവും ഈ കഴിഞ്ഞ 5 വർഷത്തന്നെ ഞാൻ മെമ്പറായതിനു ശേഷം ഏകദേശം ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും 27ഓളം വിയോജന കുറിപ്പുകൾ, ഭരണസമിതിക്കെതിരെ ഉള്ള വിയോജന കുറിപ്പ്, അതുപോലെ തന്നെ 60ഓളം സമരങ്ങൾ. ഞങ്ങൾ 9 മെമ്പർമാരുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മെമ്പർമാർ മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ A ഗ്രൂപ്പ്, I ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കളിയാക്കുന്ന ഒരു വിഭാഗം ആളുകളുള്ളൂ. 9 മെമ്പർമാർ 5 വർഷം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ കാരണം, ഇതേമാതിരി ഒറ്റക്കെട്ടായിരുന്നു അവിടെ 12 എന്നുള്ള അന്വേഷിക്കണം. അത് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് പല ജനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ള എല്ലാവിധ സമരങ്ങളും 13ഓളം കേസുകൾ പോലീസ് ഞങ്ങളെ മർദ്ദിച്ച്, അതായത് വാട്ടർ അതോറിറ്റി കുടിവെള്ള പ്രശ്നമായിട്ട് വന്ന് ഞങ്ങളെ മർദ്ദിച്ച് ഞങ്ങളെ കൊണ്ടുപോയത്. ആ കേസിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ആ കേസ് നടന്നുകൊണ്ടിരിക്കും. കുറെ കേസുകൾ ഫൈൻ അടയ്ക്കാൻ. അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നമായി മിനിസ്റ്റർ ഓഫീസിന് മുന്നിൽ ഞാൻ വിഷു 1-ാം തീയതി അവിടെ സമരം ചെയ്തു. ഒരുപാട് ഭീഷണികളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ അതിജീവിച്ച് ജനം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിപക്ഷ പ്രവർത്തനം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നടത്തിയിട്ട് അതിന് പാർട്ടി 100% പിന്തുണയും ആ പല സമരങ്ങളും പാർട്ടി ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പൊ ഈ കഴിഞ്ഞു പോയ കാലങ്ങളിൽ ഒന്ന് ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ചേലക്കരയിലെ ജനങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ട്. ആയതോടുകൂടി ഒരു മാറ്റം അനിവാര്യമാണ്. പാഴായ 10 വർഷം തിരിച്ചു പിടിക്കാൻ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിയൂ എന്ന വിശ്വാസം ജനങ്ങളിലുണ്ട്. അത് ജനങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുന്നു.
പിന്നെ ഇപ്പൊ ഞാൻ ഈ സമയത്ത് രാഷ്ട്രീയമായ വിവാദത്തിൽ ഞാൻ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഇത്രയും കാലം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ ചാനലും എല്ലാവരും അറിയാം. ഞാൻ വിവാദമായിട്ടുള്ള വിഷയം ഇപ്പൊ മന്ത്രി ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു തുറന്ന പുസ്തകമായിട്ടാണ് ഞാൻ എന്റെ മനസ്സിൽ ഞാനിപ്പോ സത്യത്തിൽ എന്താ വെച്ചാൽ ഞാൻ എൻ്റെ മനസ്സിൽ വരുന്ന കാര്യം ഞാൻ അത് കൃത്യമായിട്ട് ഞാൻ തുറന്നു പറയും. അത് ചിലപ്പോ കെ രാധാകൃഷ്ണൻ എന്നുള്ള വ്യക്തി അല്ല, മറിച്ച് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനം, അദ്ദേഹത്തിന്റെ ജനങ്ങൾ കൊടുത്തിട്ടുള്ള ഒരുപക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, കേരളത്തിലെ ഏറ്റവും എല്ലാവരും ആദരിക്കുന്ന അല്ലെങ്കിൽ ആ മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന് അറിയപ്പെടുന്ന ശ്രീ കെ രാധാകൃഷ്ണന്റെ മണ്ഡലാണ്. മന്ത്രിയുണ്ട്, MLA ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഞാൻ പറയട്ടെ 5 വർഷമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ഇപ്പോഴല്ലേ അത് ചെയ്യും. ഇപ്പൊ പല വിവാദങ്ങളും. ഇനിയിപ്പൊ ഞാൻ ഇത് കഴിഞ്ഞൊരു പത്രസമ്മേളനം വിളിക്കുന്നുണ്ട്. അതായത് ഒരു 4ാം കട പ്രവർത്തനമാണ് പല ആളുകളും നടത്തുന്നത്. ഇപ്പൊ സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ കൊടുക്കുന്നു. അതിന്റെ ഒരു നടപടി ആയിട്ടില്ല. ഇന്ന് നിങ്ങൾ അന്വേഷിച്ചു നോക്കിയോളൂ, 13ാം വാർഡിലും 8ാം വാർഡിലും ഉൾപ്പെടെ. ഞാൻ വാർഡുകൾ എടുത്തു പറയാം. ഇപ്പൊ ഇന്ന് കാലത്ത് കോൾ വന്നതാ, അവിടെ പോയി ഈ ഫോം ഫില്ല് ചെയ്ത് സ്വാധീനം ഭരണം പിടിക്കാൻ. അപ്പോൾ ഒരു നല്ല പ്രവർത്തനമല്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് എങ്ങനെയും ഭരണം കിട്ടുമോ എന്നുള്ള ശ്രമം നടത്തുകയാണ്. അപ്പൊ ആയതുകൊണ്ട് നമുക്കിതിലൊന്നും ഒരു ആശങ്കയില്ല. അങ്ങനെ നല്ല രീതിയിൽ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ നല്ല രീതിയിൽ ജനങ്ങളെ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടും. നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടുക. ഈ വർഷം ഗോപാലകൃഷ്ണൻ UDFന്റെ പ്രതിനിധി, ഒപ്പം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കൂടി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. ബ്ലോക്ക്, അതെ. അപ്പൊ ഈ ഒരു നിലയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഐക്യജനാധിപത്യ മുന്നണി എന്ത് വികസന രേഖയാണ് ഇപ്പൊ ഈ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം വാഴക്കോട് മുതൽ അതുപോലെ തന്നെ പാഞ്ഞാള്, മുള്ളൂർക്കടക്കമുള്ള എല്ലാ മേഖലകളും ഉണ്ട്. എന്താണ് UDF ഈ വർഷം അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വികസന രേഖ എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് ഭരണസമിതിക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാട് വികസന സ്വപ്നങ്ങൾ, അതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങൾ. കാരണം വികസനം താഴെ തട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ ഈ ത്രിതല പഞ്ചായത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം. അപ്പൊ അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ചേലക്കര, തിരുവല്ലാമല, കൊണ്ടാഴി, അതുപോലെ പഴയന്നൂർ നമ്മള് ഭരിക്കുന്ന മണ്ഡലം, അതുപോലെ തന്നെ ഇപ്പൊ ചേലക്കര, ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ആദ്യം ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ആദ്യം നമ്മൾ ജനങ്ങളെ ഒന്നായി കാണാം. അതാണ് ആദ്യം ചെയ്യുന്നത്. 10 രൂപയുണ്ടെങ്കിൽ ആ 10 രൂപ 100 പേരാണെങ്കിൽ 100 പേർക്ക് ഒരേ സമയം പങ്കിട്ട് ആ വികസനം ആയാലും ക്ഷേമ പ്രവർത്തനം ആയാലും ആ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ. അല്ല, ആദ്യം തന്നെ കണ്ടു മടുത്തു കഴിഞ്ഞു. ബ്ലോക്കിന്റെ മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഒക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാം MLA ആയാലും MP ആയാലും ഒക്കെ ഫണ്ടുകൾ അതായത് രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് ശരിക്കും ഗുണഭോക്താവിന് തന്നെ കിട്ടാത്ത രീതിയിലുള്ള പലപ്പോഴും പാർട്ടി ഓഫീസിൽ നിന്നാണ് ഇതൊക്കെ ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ UDFന്റെ മെമ്പർമാരുടെ സ്ഥലത്തൊന്നും വളരെ തുച്ഛമായ, ഞാൻ പറയില്ല, എനിക്ക് ഒരു കോടിയിലധികം വലിയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷെ സ്വല്പം ചെറിയൊരു പൈസ അത് നമുക്ക് ജില്ലാ പഞ്ചായത്തിന് തരേണ്ടി വന്നു. അതല്ലാതെ എനിക്കൊരു MLA ഫണ്ടോ MP ഫണ്ടോ ഒന്നും നമ്മുടെ ചേലക്കര ടൗണിൽ എനിക്ക് കിട്ടിയില്ല. അപ്പൊ അത് ഒരു പക്ഷപാതപരമായ സമീപനമാണ് ഇടതുപക്ഷ ജനപ്രതിനിധികൾ ചെയ്യുന്നു. ആദ്യം ഞങ്ങൾ ജനങ്ങളെ ഒന്നായി കാണാനും വികസനം എല്ലാ സ്ഥലങ്ങളിലും ഒരേമാതിരി എത്തിക്കാനും ക്ഷേമ പ്രവർത്തനങ്ങളും അതേമാതിരി ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. പിന്നെ ഞങ്ങൾ ഇപ്പോൾ പ്രേരണ പത്രിക ഇറക്കുന്നുണ്ട്, അതുപോലെ കുറ്റപത്രവും ചേലക്കരയിൽ നമ്മൾ ഇറക്കുന്നുണ്ട്. അത് പരിശോധിച്ചാൽ ഞാൻ തരാം. തിരുവല്ലാമലയിലും കൊണ്ടാഴിയിലും പഴയന്നൂരും വികസന രേഖ, വികസന സെമിനാർ, ഇതെല്ലാം നമ്മൾ നടത്തി ആ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളപ്പോഴും കിട്ടുന്ന പണം വെച്ച് ഇത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ആ ഭരണസമിതികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചേലക്കര പഞ്ചായത്ത് LDF ഭരിക്കുന്നു, അതുപോലെ കൊണ്ടാഴിയും തിരുവല്ലാമലയും പഴയന്നൂരും കോൺഗ്രസ് ഭരിക്കുമ്പോൾ ആ പഞ്ചായത്തുകൾ തമ്മിൽ നിങ്ങളൊന്ന് താരതമ്യം ചെയ്താൽ ആ പ്രവർത്തനങ്ങളുടെ മികവ്, ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതികൾ ചെയ്ത മികവും ഇവിടെ LDF ചെയ്ത
ഭരണവും കൂടി ഒന്ന് വിലയിരുത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായും ഇത് ജനങ്ങൾ ബോധ്യപ്പെടുമെന്ന് തന്നെ നമുക്ക് എന്താ പറയേണ്ട പ്രതീക്ഷിക്കാം. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇതൊരു പിന്നോക്ക എന്താ പറയുക മണ്ഡലം ആണ്. കാലാകാലങ്ങളായിട്ട് ഒരുപാട് പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾ, അതുപോലെ തന്നെ പരമ്പരാഗത തൊഴിൽ മേഖല രംഗങ്ങളിൽ ഉള്ള ആൾക്കാർ, ഇപ്പോൾ മൺപാത്ര തൊഴിലാളികൾ കുറുമല ഏരിയയിലൊക്കെ, അതുപോലെ തന്നെ ഇവരുടെയൊക്കെതായ ഒരു അടിസ്ഥാന വികസനം, നമ്മളെപ്പോഴും ത്രിതല പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് തന്നെ അടിസ്ഥാന വർഗങ്ങളുടെ വികസനമാണ്. ഇതിനെ സംബന്ധിച്ച് UDFന്റെ കാഴ്ചപ്പാടെന്ത്? ഇത്രയും കാലം ഇത് എത്രത്തോളം ഇവരെ നമ്മൾ ഒരു എന്താ പറയേണ്ട വലിയ നിലയിലേക്ക് എത്തിക്കുവാൻ, അല്ലെങ്കിൽ ഇവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് മുൻ സർക്കാരുകൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും, ഒപ്പം ഇനി നമുക്ക് അവർക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്. ഗോപാലകൃഷ്ണന്റെ ഈ ഒരു എന്താ പറയണ്ട ഈ മണ്ഡലം മുഴുവൻ ഓടി നടക്കുന്ന ഒരാളാണ്, അത് കാരണമാണ് ഞാൻ ചോദിക്കുന്നത്. ഇനിയും ഒരുപാട് ഇപ്പോൾ കളപ്പാറ കോളനി പോലുള്ള, കോളനി എന്ന് പറയാൻ പാടില്ല, പക്ഷെ എങ്കിൽ പോലും പല മേഖലയിലും ഇപ്പോഴും അവർക്ക് സ്വന്തമായി വീട്, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നു. അവരുടെ തൊഴിൽ സംരക്ഷണം, അവരുടേതായ ട്രഡീഷണൽ ആയിട്ടുള്ള വിഷയങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഗോപാലകൃഷ്ണന്റെ ഒരു പഠനം അല്ലെങ്കിൽ ഗോപാലകൃഷ്ണന്റെ ഒരു വിഷൻ എന്താണ്? പരമ്പരാഗതമായ ആ രീതികൾ, ഇപ്പോൾ കൊട്ട, നെൽപ്പേര്, മംഗലം, ഇതൊക്കെ നമ്മുടെ ഒരു പൂർവികത, ഒരു സ്വത്താണ്. അതിനെ സംരക്ഷിക്കപ്പെടണം. പലപ്പോഴും അവര് സമൂഹത്തിന്റെ ഒരു ഇതിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ പലപ്പോഴും ശ്രമിച്ചിട്ടില്ല. കാരണം അവർക്ക് ഒന്നും കൂടി ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഷെൽട്ടർ പോലും കൊടുക്കാവുന്ന ഒരു സംവിധാനം, അവബോധം അവരിൽ ഉണ്ടാക്കുക, ഒരു ആത്മവിശ്വാസം ഞങ്ങളും സമൂഹത്തിലെ ഭാഗമാണ്, ഉന്നത ഏത് സാധനവും ഇരിക്കാനും അതിനൊക്കെ കഴിവും പ്രാപ്തിയുമുള്ള ഇതാണ് എന്ന് അവർ ആദ്യം സ്വയം ബോധ്യപ്പെടുത്തിക്കൊണ്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കളപ്പാറ കോളനിയിൽ ഉന്നതി, അവിടെ ആട്ടുംകൂട്ടിലാണ് ഒരു പെൺകുട്ടി പഠിച്ചിരുന്നു, കിടന്നുറങ്ങി. റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് കേരളം മൊത്തം വന്നു. ഞങ്ങൾക്ക് അവിടെ പോയിരുന്നു, സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ ഉന്നതി കോളനിയിലൊക്കെ പോകുമ്പോൾ ഇപ്പോഴും കിട്ടുന്ന, അതായത് അവർക്ക് കിട്ടുന്ന എമൗണ്ട് പറഞ്ഞ ഒരു തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ട് കൊടുക്കണം. ആദ്യം ഒരു 50,000 രൂപയുടെ മറ്റേ വീടിന് വേണ്ടിയിട്ട് 50,000 രൂപ. അന്നത്തെ കാലത്ത് അത് ആ രീതിയിൽ അത് ഏറ്റവും വലിയൊരു എമൗണ്ട് ആയിരിക്കാം. പക്ഷെ ഇന്ന് കൊടുക്കുന്ന പണം 4 ലക്ഷം രൂപ ലൈഫിൽ കൊടുക്കുന്നു. ഇപ്പൊ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം 1240 പേര് ലൈഫില് വീടിന് വേണ്ടി കാത്തിരിക്കുക. SC അങ്ങനെയായിട്ട് 200-ൽ പരം അതും ഇരിക്കുക. അപ്പോൾ ഈ അവരെ ഒന്നും കൂടി ഒരു അവബോധം ഉണ്ടാക്കി വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും ഒക്കെ അവർക്ക് പരിശീലനം, അവരെ കൂടെ ഒപ്പം ചേർത്ത് പിടിച്ചു നിർത്തി അവരുടെ ഉന്നതമായ ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന വിദ്യാഭ്യാസം മുതൽ അവരുടെ തൊഴിൽ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ കുട്ടികളെ നഴ്സറി മുതൽ അവരെ ഒന്നും ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നൊരു തോന്നലാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തിപരമായിട്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും അവിടെയൊക്കെ നമ്മുടെ നല്ല ശ്രദ്ധയുണ്ടാവും. അവർ സമൂഹത്തിൽ ഒറ്റപ്പെടേണ്ട ആളുകളല്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ഞാൻ ചെറുപ്പക്കാരുടെ കാര്യം പറഞ്ഞാൽ സങ്കടം തോന്നുക. കാരണം ഇവിടെ ഒരുപാട് പേരുണ്ട്. ഒരു 10 പേർക്ക് തൊഴിൽ കൊടുക്കാവുന്ന ഒരു സ്ഥാപനം ഇന്ന് വരെ ചേലക്കരയിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഒരു ഇതിലും ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, വളർന്നു വരുന്ന കുട്ടികൾ അവർക്ക് കളിക്കാൻ ഉള്ളൊരു സ്ഥലം. കഴിഞ്ഞ ടേമില് 3 മാസം ബഹുമാനായ ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് മരണപ്പെട്ടു. ഞങ്ങൾക്കൊരു പിന്നെ SC ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു 3 മാസം ഭരിക്കാനുള്ളൊരു അവസരം കിട്ടും. അന്നാണ് വിനോദ് മന്ദിരായിട്ടുള്ള വെങ്ങാലൂര് 1.25 ഏക്കർ സ്ഥലം നമ്മൾ എടുത്ത് കളിസ്ഥലം എടുത്ത് എല്ലാ പേപ്പറും എല്ലാം കഴിഞ്ഞ് ആ രജിസ്ട്രേഷൻ സമയത്താണ് പിന്നെ കോവിഡ് പിന്നെ നമ്മൾ ഭരണമാറ്റം. ഈ ഭരണസമിതി വന്നു ഫസ്റ്റിൽ അത് ക്യാൻസൽ ചെയ്യും. ചോദിച്ചു അവിടെ കുന്നുണ്ട്, കുണ്ടുണ്ട്. കുന്നുണ്ടെങ്കിൽ കുണ്ടുണ്ടെങ്കിൽ നിരപ്പാക്കുക വേണ്ടു. സാമാന്യ ബോധമുള്ള രാഷ്ട്രീയമായ എന്താ പറയാ ഒരു നല്ല ഇതല്ല.
വെറും രാഷ്ട്രീയം മുതലെടുപ്പ്. ഞാനായിട്ട് ചെയ്താൽ മതി, നിങ്ങളായിട്ട് ചെയ്യണ്ട. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയട്ടെ, 27 ഹൈമാസ് ലൈറ്റുകൾ രമ്യ ഹരിദാസ് MP നമുക്ക് അനുവദിച്ചു. 27 എണ്ണത്തിൽ 16 എണ്ണം നമ്മൾ പക്ഷഭേദമില്ലാതെ നമ്മളിപ്പോൾ നോക്കിയാൽ ഇപ്പോഴും അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ വെച്ചു. പിന്നെ വീണ്ടും MP ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു എല്ലാ കോളനികളും, ഉന്നതികളിലും എല്ലാ കോളനികളിലും പ്രധാനപ്പെട്ട ഈ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ, അപ്പൊ അവിടെയൊക്കെ വേണം പറഞ്ഞിട്ട് 27 എണ്ണം കൂടി വീണ്ടും നമുക്ക് അനുവദിച്ചു. ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞു, വന്നു കമ്മിറ്റിയിൽ വന്നു 12 പേര് ആ കാര്യത്തിൽ ഒന്നായി. പല കാര്യങ്ങളും ഒന്നാവാറില്ല, അതിന് ഒറ്റക്കെട്ടായി. പാർട്ടി നിലപാടാണെന്ന് പറഞ്ഞാൽ അതിനെ എതിർത്തു. ഞങ്ങൾ വിയോജനക്കുറിപ്പും പുറത്തിറങ്ങി സമരമൊക്കെ ചെയ്തു. ഇതെല്ലാം ജനാധിപത്യ പ്രക്രിയയിൽ സമരം ചെയ്യാൻ ഇറങ്ങിപ്പോരുക, വിയോജന ഇതാണ് ചെയ്യാൻ കഴിയും, അല്ലാതെ നമ്മൾ വേറൊന്നും നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ അതൊക്കെ ഞങ്ങൾ ചെയ്തു. പിന്നെ അതിനുശേഷം ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 6 മാസം മുന്നേ വീണ്ടും MP-യുടെ ഹൈമാസ് ലൈറ്റിന് വേണ്ടി അനുമതിക്ക് വേണ്ടിയിട്ട് വന്നു. ഞാൻ നീട്ടു നിന്നു. എന്തായാലും നല്ല കാര്യമാണ്, അത് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ 9 പേരുടെ നിലപാട്. വികസന പ്രവർത്തനത്തിന് ഞങ്ങൾ എതിരല്ല. പക്ഷേ കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഇവിടെ MP ആയിട്ടുള്ള രമ്യ ഹരിദാസിന്റെ ലൈറ്റ് വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് നിഷേധിച്ചത്? ഒറ്റക്കെട്ടായിട്ട് എതിർത്ത് അത് വേണ്ട എന്ന് പറഞ്ഞത്. അന്ന് പറഞ്ഞ കാരണം പഞ്ചായത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കറണ്ട് ചാർജ് കൂടും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ നിലപാടെടുത്ത് ചോദിച്ചു. അതുപോലെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. 10 മിനിറ്റ് നേരം സംസാരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ മുഖത്ത് പട്ടയിട്ട കത്തുന്ന പഴയ ഒരു തല കുമ്പിട്ട് 12 പേര് ഇരിക്കുക എന്നല്ലാതെ ഒരക്ഷരം, സത്യമാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്, എനിക്ക് പരിശോധിച്ചറിയാം എന്ന്. പക്ഷെ അനുമതി കൊടുത്തു. അപ്പൊ ഇതൊക്കെ എന്താ, ഞാൻ രാഷ്ട്രീയ മുതലെടുപ്പ്. ഞങ്ങളുടെ ലൈറ്റ് മതി, രമ്യയുടെ ലൈറ്റ് വേണ്ട, ഞങ്ങളുടെ ഈ മനോഭാവമൊക്കെ ഈ പ്രാകൃതമായ, അതായത് പണ്ടത്തെ കാലത്തമായ മാർക്സിസ്റ്റും ലെനിനിസ്റ്റും അല്ല, ആ രീതിയിലൊക്കെ ചിന്തിച്ച് ഈ കാലത്ത് മുന്നോട്ട് പോകുന്നു. ട്രാക്ടർ വന്നപ്പോൾ സമരം ചെയ്തവരാ, കമ്പ്യൂട്ടർ വന്നപ്പോൾ സമരം ചെയ്തവരാ. അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ വികസന കാഴ്ചപ്പാടൊന്നും ഇല്ല. അവര് അവരുടേതായിട്ടുള്ള ഒരു ഇടുങ്ങിയ ലോകത്താണ്. അപ്പൊ ആയതുകൊണ്ടാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്. ഈ കളിസ്ഥലത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇന്ന് വരെ എപ്പോഴും ഇങ്ങനെ ബോർഡ് വയ്ക്കും, എപ്പോഴും ബോർഡ് വയ്ക്കും. 1 കോടി അനുവദിച്ചു, 2 കോടി അനുവദിച്ചു. നിങ്ങളൊരു പങ്ങാരപ്പള്ളി കാട്ടുകുളം തന്നെ വന്നു 3.13 കോടി 3.13 രൂപ ഈ കുളത്തിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. മാലക്കുളം 2 കോടി അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിരുന്നു. 2 വർഷക്കാലം അവിടെ ബോർഡ്. ഇപ്പൊ ബോർഡില്ല, നടന്നിട്ടില്ല. ഇപ്പൊ ഒരു കളിസ്ഥലം ഇവിടെ, അത് വിവാദമുണ്ട്. ഞാൻ അതിന് നല്ലൊരു നമ്മുടെ യുവാക്കൾക്ക് വേണ്ടി ഒരു കളിസ്ഥലം വരികയാണ്. അതിനൊരു മുടക്കം നമ്മൾ പറയണ്ട എന്ന് വെച്ചിട്ട് വിവാദങ്ങളൊക്കെ ഉണ്ട്. അതിൽ സ്ഥലവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അത് ഇപ്പൊ എടുത്തു എന്ന് പറഞ്ഞിട്ടൊരു പ്രചരണം നടത്തുന്നുണ്ട്. ഇപ്പൊ ഈ ഇറങ്ങിപ്പോരുന്ന സമയത്ത് ഇപ്പൊ റോഡുകൾ എല്ലാം മറ്റേ കോൺട്രാക്ടർമാർക്ക് ഒന്നും പണം കിട്ടുന്നില്ല. അതായത് 50 ലക്ഷം 25 ലക്ഷമൊക്കെ കിട്ടാൻ അവരൊന്നും പണിയാൻ തയ്യാറല്ല. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അവരെ കൊണ്ട് നിർബന്ധിച്ച് ചൂരലെടുത്ത് പിന്നാലെ നടന്ന് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇപ്പൊ പണിയിപ്പിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഞങ്ങളാരും ആ പണിയുന്നതിനെതിരല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചോദിക്കും, ഇതെന്തപ്പോ പണിയണേ? 10 ദിവസമല്ലേ ഇലക്ഷനുള്ളൂ. ഈ 5 വർഷമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡാണ്. എന്താണ് ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്നത്? ഇതിന് ടെൻഡർ വെച്ചിട്ടുണ്ടോ? ഇതെന്താ എമൗണ്ട്? ജനം സ്വാഭാവികമായിട്ട് ഈ അന്വേഷിക്കും. കാരണം രാഷ്ട്രീയമായ അവബോധമുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാവും. തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 2 മാസം മുന്നേ ചെയ്യായിരുന്നല്ലോ കളിസ്ഥലം, ഒരു 2 മാസം മുന്നേ മേടിക്കായിരുന്നല്ലോ. അപ്പൊ ഇത് തെരഞ്ഞെടുപ്പിന് എങ്ങനെയും ജയിക്കണം, അതിനുള്ള തന്ത്രങ്ങൾ ഒരുക്കിയിട്ടാണ് ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയ കക്ഷികൾ ചില പോകുന്നത്. അതിനെയൊക്കെ ജനം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒരു പ്രചരണം നടത്തുന്നത്, ഞാനത് പത്രസമ്മേളനം വിളിച്ച് പറയാൻ പോവാം. അച്ചൻകുഞ്ഞ് മത്സരിക്കുന്ന വാർഡില് അവിടെ ഒരു വർക്ക് ഇപ്പൊ നടക്കുന്നുണ്ട്. ജനം ചെന്ന് ചോദിച്ചു എന്താ അച്ചൻകുഞ്ഞേട്ടനെ വിളിച്ചു, ഇത് ടെൻഡർ വെച്ചിട്ടുണ്ടോ? ഈ സമയത്ത് സാധാരണഗതിയിൽ
ഈ സമയത്ത് പണിയാൻ പാടില്ല, ഒരു പരാതിയോ കാര്യങ്ങളോ പോയി കോൺട്രാക്ടർ പൈസയും കിട്ടില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം പഞ്ചായത്ത് ഭരണസമിതി, അതായത് 22 പേര് ഒരുമിച്ചിരിക്കുന്ന ഇത് പറഞ്ഞതാണ്, എത്രയും പെട്ടെന്ന് ചെയ്യാം, തെരഞ്ഞെടുപ്പിന് മുന്നേ ചെയ്യാം, ഇതിന് നമുക്കൊന്നും പരാതിയില്ല. സ്വാഭാവികമായിട്ടും അവിടെ ചോദിച്ചു, അച്ഛൻ കുഞ്ഞു, അപ്പൊ എയിനെ വിളിച്ച് ചോദിച്ചു, എന്താണ് ചോദിച്ചു. അപ്പോൾ അതിങ്ങനെ ഇതാണ് ടെൻഡർ വെച്ചതാണ് ഏതാ. അതുപോലെ ടി എൻ കൃഷ്ണൻ മത്സരിക്കുന്ന വാർഡില് കെ രാധാകൃഷ്ണന്റെ വാർഡ് കൂടി ആയിട്ടുള്ള അവിടെ വർക്ക് നടക്കുമ്പോൾ ജനം ചോദിച്ചു, ഈ സമയത്ത് ഇത് പറ്റിക്കാനാണോ? എല്ലാം പറ്റിക്കാണ്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞിട്ട് ഫോം ഫില്ല് ചെയ്തുകൊണ്ട് കിടക്കുന്ന പങ്ങാരപ്പള്ളി ബ്ലാക്കോട് ഭാഗത്ത് ഇപ്പൊ പറ്റിക്കലാണ്. ഇപ്പൊ ഇതും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി JCB ഓർന്ന് മാന്തുമ്പോ സ്വാഭാവികമായിട്ട് സംശയിക്കും. CPM അവകാരനാണ് സംശയിക്കുന്നത്. അപ്പോൾ വേഗം എന്നെ വിളിച്ചു. ഞാൻ എടുത്ത് വെച്ചത് ഏത് ഫണ്ടാ, ടെൻഡർ കഴിഞ്ഞുണ്ടോ, എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ അത് നമ്മുടെ അല്ല, പഞ്ചായത്തിന്റെ അല്ല, ബ്ലോക്ക് പഞ്ചായത്തിന്റെ പറഞ്ഞു. അപ്പൊ തന്നെ അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് എയിനെ വിളിച്ചു, പറഞ്ഞു എന്നെ വിളിച്ചു. ഓ ശരിയോ. ഞാൻ നേരെ അവിടുത്തെ പ്രവർത്തകര്, ഇപ്പൊ സ്ഥാനാർത്ഥി ടി എൻ കൃഷ്ണൻ എന്നല്ല വെച്ചു, അവിടുത്തെ പ്രവർത്തകര് എൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയാടാ? ഓ ശരി, നമ്മൾ വിട്ടു. പക്ഷെ നേരെ മറിച്ച്, അതായത് ഞാനത് നല്ല രീതിയിൽ സംസാരിക്കുന്നുള്ളൂ. കാരണം ഇങ്ങനെയുള്ള ഇപ്പൊ ഇലക്ഷന്റെ സമയമാണോ നമ്മൾ? അതായത് അവിടെ അച്ഛൻ കുഞ്ഞും ഗോപാലകൃഷ്ണൻ കൂടി ആ പണി മുടക്കി പറഞ്ഞിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും അവിടുത്തെ ജനങ്ങളെ അടുത്ത് പറയാണ്. അതിന് മറുപടി ഞാൻ കൃത്യമായിട്ട് ഞാൻ എന്തായാലും പറയുന്നുണ്ട്. അതായത് ഏതെങ്കിലും, അതായത് മനുഷ്യത്വം ഉണ്ടെങ്കിൽ എയുടെ അടുത്ത് ഒന്ന് വന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഈ ഗോപാലകൃഷ്ണനും അച്ഛൻ കുഞ്ഞും വിചാരിച്ച ഒരു പണി നിർത്താൻ പറ്റില്ല. ഇവിടെ എല്ലാ ഭരണ സംവിധാനം അവരല്ല. അപ്പൊ അത് കബളിപ്പിക്കുകയാണ് ജനങ്ങൾ. അത് അവിടുത്തെ പനംകുറ്റി 10-ാം വാർഡിലെ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ വീടുകൾ കയറി മനസ്സിലാക്കും. പിന്നെ ഈ റെക്കോർഡ് ചെയ്തിട്ട് അത് വിടുക എന്ന് പറഞ്ഞ മോശം, ഞാൻ എന്റെ ജീവിതത്തിൽ അത് ചെയ്യാറില്ല. എന്നാൽ ഞാൻ വിളിച്ച് സംസാരിച്ച വൈസ് പ്രസിഡന്റ് ഫോണ് ഐഫോണാ, അത് ആൾറെഡി റെക്കോർഡായിരിക്കും. ധൈര്യമുണ്ടെങ്കിൽ ആ വൈസ് പ്രസിഡന്റ് റെക്കോർഡ് ഒന്ന് പുറത്തു വിട്ടു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു ഫോണിൽ സംസാരിച്ചിട്ട് അത് റെക്കോർഡാണ് ആയിട്ട് ഞാനും പുറത്തു. അത് ഞാൻ ജനങ്ങളെ കബളിപ്പിക്കുക എന്നുള്ളതാണ്. അതൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളാണ്, രാഷ്ട്രീയത്തിലുള്ള വികസനത്തിനെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് വേണ്ടത്. കാരണം ഇനി അടിസ്ഥാന വികസനങ്ങളായിട്ടുള്ള ആരോഗ്യം, അതുപോലെ തന്നെ വികസനം, മാലിന്യ സംസ്കരണം പോലുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മുന്നിൽ കിടക്കുകയാണ്. മാലിന്യ സംസ്കരണം അത് ഇനിയും നമ്മൾ അതിനൂതനമായ ഒരുപാട് കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാം. ഇപ്പോഴും അത് വലിയൊരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. അതിനൊരു പരിഹാരം കാണണം. അതുപോലെ തന്നെ ഈ അംഗനവാടി ഡിജിറ്റൈസ് ചെയ്യും. അത് നമ്മൾ അതുപോലെ ലൈബ്രറി അങ്ങനെ നമ്മൾ UDF-ന്റെ പ്രകടന പത്രിക വരുന്നുണ്ട്. ഞാനത് സത്യം പറഞ്ഞാൽ ഞാനൊരു മുന്നൊരുക്കം നടത്തിയില്ല. അതെല്ലാം നമ്മൾ നിങ്ങളെയൊക്കെ വിളിച്ച് തരുന്നുണ്ട്. അതുപോലെ തന്നെ വികസന സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറെ കാര്യങ്ങൾ, പഞ്ചായത്ത് കെട്ടിടത്തിൽ ഒരുപാട് BO ഓഫീസ് മുകളിലാണ്. അവിടെ ഒന്നും കൊടുക്കില്ല. പക്ഷെ ഈ മിനിമം ഒരു 1000 പേര് ലിസ്റ്റ് എത്ര പാവങ്ങൾ കയറി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ മാർക്കറ്റ് നമുക്ക് നവീകരിക്കാനുണ്ട്. അതുപോലെ ബസ് സ്റ്റാൻഡ് നവീകരിക്കാനുണ്ട്. അതുപോലെ ചേലക്കര ടൗണിലെ സ്ഥിതി അറിയാലോ. ടൗണില് ഓട്ടോറിക്ഷക്കാർക്കും യാത്രക്കാർക്കും അവിടെ ബൈപ്പാസ് എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു മോഹമായിട്ട് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ കല്ലിടും, അളക്കും. അതിങ്ങനെ ആ പ്രക്രിയ 25 വർഷമായിട്ട് നടന്നു. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി നമ്മൾ കൊണ്ടുവരുന്ന വികസനം അത് കൃത്യമായ ഒരു ദീർഘവീക്ഷണത്തോടുകൂടി ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ, ഞങ്ങളുടെ ആ പ്രകടന പത്രിക മേശപ്പുറത്ത് വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത് ടിക്ക് ചെയ്ത് പോവാവുന്ന രീതിയിലുള്ള ഒരു അജണ്ടയാണ് ഞങ്ങൾ. തീർച്ചയായും ആ ഒരു ആത്മവിശ്വാസവും ആ ഒരു ദീർഘവീക്ഷണവും ഉണ്ടാവും. നല്ലൊരു വിജയത്തിലേക്ക് എത്തട്ടെ. ഇനി നമുക്ക് വീട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടണം. കാരണം ഇലക്ഷന്റെ തിരക്കിലാണ്. കാരണം അവരുടെയൊക്കെ സപ്പോർട്ടും അവരുടേതായ സഹകരണങ്ങളൊക്കെ ഒരു എന്താ പറയുക, ഒരു രാഷ്ട്രീയ നേതാവിനെയല്ല, ഒരു പൊതുപ്രവർത്തകനെ നമ്മള് എന്താ പറയുക, ഈ സമൂഹത്തിന് തരുന്നത് തന്നെ ഒരു വീട്ടുകാരാണ് നമുക്ക് തരുന്നത്. സത്യത്തില് എന്റെ ഭാര്യയും എന്റെ മകനും
അവരില്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഈ പൊതുരംഗത്ത് ഉണ്ടാവുമായിരുന്നില്ല. അല്ലെ, ഞങ്ങളൊക്കെ പലപ്പോഴും വൈകിയാണ് ഗോപാലകൃഷ്ണേട്ടന് അംഗീകാരങ്ങൾ കിട്ടിയതെന്ന് ഞങ്ങളൊക്കെ പലപ്പോഴും ഞങ്ങള് പറയാറുണ്ട്. കാരണം ഒരുപാട് കാലം ഈ പറയുന്ന UDF-ന്റെ ഭാഗമായി കോൺഗ്രസിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഒരുപക്ഷെ എല്ലാവരും പറയും, കോൺഗ്രസ് എന്ന ആൾക്കാർ പറയും, കോൺഗ്രസിന് പുറത്തുള്ള മറ്റു പാർട്ടിക്കാർ വരെ ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചുള്ള അതൊരു വൈകി വന്ന അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷെ അത് വളരെ കറക്റ്റായിട്ട് താങ്കൾ അത് ആ കിട്ടിയ അധികാരം വേണ്ട വിധം വിനിയോഗിച്ചു എന്നുള്ളതാണ് താങ്കൾ ഇനി ഈ ജനങ്ങളുടെ മുന്നിൽ താങ്കളെ ഒരു എന്താ പറയുക സ്ഥാനാർത്ഥിത്വം കിട്ടിയതും ഇനി ജനങ്ങൾ ആ രീതിയിലാണ് കാണുന്നത്. തീർച്ചയായിട്ടും എന്ത് തന്നെയായാലും ജനങ്ങൾക്ക് ഗോപാലകൃഷ്ണൻ ഒരു മെമ്പർ എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു തല താഴ്ത്തേണ്ടോ അല്ലെങ്കിൽ മുഖം ചുളിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് എന്റെ ഭാഗത്തുണ്ടാവില്ല. കാരണം ഞാൻ എന്റെ അമ്മയെ കണ്ടിട്ടാ കോൺഗ്രസ് ആയത്. എന്റെ അമ്മ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അതാണ്. എന്റെ അമ്മയെ കണ്ടിട്ടാ ഞാൻ കോൺഗ്രസ് ആയത്. പല ഘട്ടങ്ങളിലും മറ്റു പാർട്ടിയിലേക്ക് പോകാൻ ഞാൻ പലരും പോയിട്ടുണ്ട്. എന്റെ സഹ പ്രവർത്തകരൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. പലരും ഉന്നത സ്ഥാനങ്ങളിൽ എത്തി. എന്റെ സുഹൃത്തുക്കളും MLA-മാരും MP-മാരും ഒക്കെ ആയിട്ട്. പക്ഷെ ഞാൻ പലപ്പോഴും ഇങ്ങനെ ചില കോൺഗ്രസ് ആണ് ജനാധിപത്യ പ്രസ്ഥാനമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം ഒരുപാടുണ്ട്. പലപ്പോഴും നമുക്ക് വിഷമം വരുന്ന ഘട്ടത്തിൽ ഒരു അനുഭാവിയായിട്ട് ഇരുന്നാലോ എന്ന് പോലും ചിന്തിച്ചു, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട്. പക്ഷെ എങ്കിലും ഈ പാർട്ടി അപ്പൊ എന്റെ അമ്മയാണ് കോൺഗ്രസ് എന്നുള്ളതിൽ. പിന്നെ എന്റെ ഫാമിലി പറഞ്ഞ എന്റെ ഫാമിലിക്ക് വൈഫിന് PSC ഒന്ന് വിളിക്കാം. രാവിലെ ഒരുപാട് തിരക്കിന്റെ ഇടയിലാണ് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കല്ല ചെയ്തിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നു. കാരണം താങ്കൾ എന്താ പറയുക, താങ്കൾക്ക് പറയാൻ ജനങ്ങളോട് പറയാനുള്ളത് നമുക്ക് വലിയൊരു ഒരുപാടുണ്ട്. ഈ നമുക്ക് തീരുന്നില്ല സത്യം പറഞ്ഞാൽ. കേസന സങ്കല്പം എന്നുള്ളത് ഒരുപാട് വിഷൻസ് ഉള്ളതാണ്. നമുക്ക് വൈഫ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടാണ് ഇപ്പോ റിട്ടയർ ചെയ്തത്. പേര് പുഷ്പലത. മോൻ എക്സൈസ് ഇൻസ്പെക്ടറാണ്. ആദ്യം SI ആയിട്ടാണ് കിട്ടി. അവിടെ ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം ഇത് കിട്ടിയപ്പോ ഇതാണ് സൗകര്യം. ഇപ്പൊ ഇടുക്കിയില് ജോലി ചെയ്യുന്നു. അച്ഛന് എന്റെ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ചിട്ട് 2 വാക്ക്. അച്ഛൻ ഈ പറഞ്ഞ പോലെ കുറച്ച് അധികം കാലം കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈകി കിട്ടിയ ഒരു അംഗീകാരമാണ്. ഇപ്പൊ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. അച്ഛന്റെ കൂടെ നിങ്ങൾ എന്താ പറയുക, നല്ല സപ്പോർട്ടിൽ തന്നെയാണ്. അവരില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ലത ചേച്ചിയായാലും ശരി അല്ലെ, ലത അല്ലെ, പുഷ്പലത. ഓക്കെ, അവർക്ക് ആ ജോലിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഫ്രീ ആയിട്ട് സത്യത്തില് തന്നെ ഒരു ബാധ്യതയാണ്. എന്തായാലും കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പില് UDF-നെ സംബന്ധിച്ചുള്ള വിമത ശല്യങ്ങള് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എവിടെയില്ല. അതായത് 6ാം വാർഡിലാണ് ഒരു ചില ലീഗിന് കൊടുത്തതാണ്. ആ 24 വാർഡുകളിൽ 2 വാർഡ് ലീഗിന് കൊടുത്തിട്ടുണ്ട്. പ്രബല കക്ഷിയാണ്. അത് അംഗീകരിക്കാൻ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായിട്ടില്ല. അപ്പൊ ആയതുകൊണ്ട് നടപടി കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അല്ലാതെ ഒരു വിമത സ്ഥാനാർത്ഥിയും വിമത പ്രവർത്തനവും 24 വാർഡിലും നടക്കില്ല. കാരണം ഇത് അവസാനത്തെ യുദ്ധം. ഈ യുദ്ധത്തിൽ ജയിച്ചേ പറ്റും. എല്ലാവരും ഭടന്മാരായിട്ട് അവർ തയ്യാറായിരിക്കുകയാണ്. ഇപ്പൊ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ എതിർ എന്താ പറയുക പക്ഷത്തുള്ള ആൾക്കാരും അല്ലെങ്കിൽ ആൾക്കാർ ഇനിയിപ്പോ ഒരു രാഷ്ട്രീയ വടംവലി, കാരണം എല്ലാവരും ചില നേതാക്കന്മാരാണ് ജയിച്ചു വരാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരു ചേലക്കരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ആര് പ്രസിഡന്റ് ആവും, ആര് വൈസ് പ്രസിഡന്റ് ആവും, ഒരു തർക്കമില്ല. വളരെ എല്ലാം കൃത്യമായ അടുക്കും ചിട്ടോടും കൂടി ഒരു വിമത ശബ്ദം പോലും ഇല്ലാതെ അതൊക്കെ നടക്കും എന്നുള്ള വിശ്വാസമുണ്ട്. അത് ഉന്നത നേതൃത്വം അതില് ഒക്കെ വളരെ കൃത്യമായ മാർഗരേഖ നമുക്ക് തന്നിട്ടുണ്ട്. എന്തായാലും ആ ഒരു ആത്മവിശ്വാസം ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞെങ്കിൽ UDF-ന്റെ വലിയൊരു സമുന്നത നേതാവാണ്. ഈ ഒരു ആത്മവിശ്വാസം എല്ലാ UDF പ്രവർത്തകർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും ഉണ്ടാവും എന്ന് തീർച്ചയാണ്. ഈ ഒരു ഉറപ്പ് തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടതും. ഇങ്ങനെയൊരു ജനനായകനെയാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം. എന്തായാലും താങ്കളുടെ ഈ ആഗ്രഹവും അതുപോലെ തന്നെ താങ്കളുടെ വിഷൻസും ചേലക്കരയിൽ നടത്താനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. CCBക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മളെ നിങ്ങളിലൂടെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും പുറത്തെത്തിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ കോഫി വിത്ത് കാൻഡിഡേറ്റ്സ് ഇവിടെ ഞങ്ങൾ പൂർണ്ണമാകുകയാണ്. നാളെ ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു കാൻഡിഡേറ്റ് ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നതാണ്. താങ്ക് യു. അതുവരെ ഗുഡ് ബൈ.